ബൈബിൾ പഠന പാരായണ പരമ്പരയുടെ 42ാമത്തെ ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വായനകളിൽ ആദ്യത്തെ വായന പുറപ്പാടിൻ്റെ പുസ്തകം 24ാമത്തെ അധ്യായത്തിലാണ്. 24ാം അധ്യായത്തിൽ മോശ വഴിയായിട്ട് ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തിന് ഉടമ്പടി സ്ഥാപിക്കുന്ന ഭാഗമാണ് എഴുതിയിരിക്കുന്നത്. പറയുന്ന ഇപ്രകാരമാണ്: മോശയും അഹ്റോനും, ഇവിടെ തന്നെ അഹ്റോൻ്റെ 2 പുത്രന്മാരും നാദാബും അബീഹും പിന്നെ ഇസ്രായേലിൻ്റെ 70 ശ്രേഷ്ഠന്മാരും കൂടി ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ട് മലമുകളിലേക്ക് കയറി പോകാൻ പറയുന്നത്. ഇസ്രായേൽക്കാർക്ക് ദൈവമായ കർത്താവിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് സമീപിക്കാനായിട്ട് ഭയമുള്ളത് കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് മോശയും ഒപ്പം തന്നെ മോശ തിരഞ്ഞെടുത്ത ഏതാനും പേരാണ് മലമുകളിലേക്ക് കയറി പോകുന്നത്. പിന്നീട് അവിടെ വെച്ച് ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ട് മോശ വഴിയായിട്ട് ദൈവമായ കർത്താവ് കൽപ്പനകൾ കൊടുക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം, ഈ ബൈബിൾ വായിക്കുന്നവരായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം, ഒരേ കാര്യം തന്നെ ചിലപ്പോഴൊക്കെ പല രീതിയിൽ ബൈബിൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ കാരണം ഇതാണ്: ബൈബിള് ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ 1 by 1 ആയിട്ട് എഴുതപ്പെട്ടൊരു പുസ്തകമല്ല. അത് പല കാലഘട്ടങ്ങളിലൂടെ പലരാൽ എഴുതപ്പെട്ട് കൂട്ടി യോജിക്കപ്പെട്ട പുസ്തകമാണ്. അതുകൊണ്ട് ചില ഇൻസിഡൻറ്റിൽ റിപ്പീറ്റേഷനും ചില സംഭവങ്ങളിൽ കോൺട്രഡിക്ഷനൊക്കെ കാണാൻ പറ്റും. ഉദാഹരണം, നമ്മൾ ഉൽപ്പത്തി പുസ്തകം തുടങ്ങി പറഞ്ഞിരുന്നു, മനുഷ്യനെ സൃഷ്ടിക്കുന്ന കാര്യം തന്നെ 2 പ്രാവശ്യമായിട്ടുണ്ട്. മനുഷ്യനെ പുരുഷനിൽ നിന്നും സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്, സ്ത്രീയെ 2 പേരെയും ഒരുമിച്ച് മണ്ണുകൊണ്ട് മെനഞ്ഞുണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ട് മലമുകളിലേക്ക് കയറി പോകുന്നു എന്ന് പറയുന്നത് മോശ മാത്രമായിട്ട് കയറി പോകുന്നു എന്ന് പറയുന്ന ഭാഗമുണ്ട്. മോശയും അഹ്റോനും, ഈ പറയുന്ന അഹ്റോൻ്റെ പുത്രന്മാരും 70 ശ്രേഷ്ഠന്മാരും കൂടി കയറി പോകുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിൽ പറയുന്നത്, ഈ പറയുന്ന പർട്ടിക്കുലർ അധ്യായത്തിൽ ഇവരെല്ലാവരും ദൈവത്തെ ദർശിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ മോശ മാത്രമല്ല, മറ്റുള്ളവരും ദൈവത്തെ ദർശിച്ചു. മോശ ദൈവത്തിൻ്റെ സമീപത്തേക്ക് ചെന്നു എന്ന് പറയുന്ന ഭാഗമാണ് ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ട് മോശ ഇസ്രായേലുമായിട്ടുള്ള ഉടമ്പടി, ദൈവമായ കർത്താവിന് വേണ്ടി ഉടമ്പടി സ്ഥാപിക്കുന്നത് രക്തം തെളിച്ചുകൊണ്ടാണ്. അതായത് ഉടമ്പടിയുടെ അന്നത്തെ കാലത്ത് ഇസ്രായേലിൻ്റെ പ്രത്യേകത, 2 വ്യക്തികൾ തമ്മിലുള്ള ഉടമ്പടിയുടെ മുദ്ര വയ്ക്കപ്പെടുന്നത് രക്തത്താലാണെങ്കിൽ അത് ജീവന് തുല്യമാണ് എന്നുള്ളത്. അതായത് ദൈവമായ കർത്താവ് പറയുന്ന കാര്യങ്ങൾ തങ്ങൾ അനുസരിക്കാമെന്ന് ഇസ്രായേൽ ജനം മോശ വഴിയായിട്ട് ദൈവത്തിന് ഉറപ്പ് കൊടുക്കുകയാണ്. അതാണ് ഉടമ്പടി. അപ്പം ഞങ്ങൾ അവരെ ദൈവത്തിന് അനുസരിച്ച് കൊള്ളാം, യഹോവയായ ദൈവത്തെ അനുസരിച്ച് കൊള്ളാം. അപ്പോൾ ആ ഉടമ്പടി മുദ്ര വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മോശ ഇസ്രായേൽ ജനത്തിൻ്റെ മേലെ രക്തം തെളിക്കുന്നതോടുകൂടിയാണ് ആ ആദ്യത്തെ ഭാഗം അവസാനിക്കുന്നത്. അതിൻ്റെ 2ാം ഭാഗത്ത് ആകട്ടെ മോശ തൻ്റെ സഹായകനായ ജോഷുവയെയും കൂട്ടിക്കൊണ്ട് വീണ്ടും മലമുകളിലേക്ക് കയറി പോകുന്നു എന്നാണ് പറയുന്നത്. മലമുകളിൽ കയറി പോകുമ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും താഴെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ മോശ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അഹ്റോനും ഹൂറും ഉണ്ട്, അവർ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചോളും, ഞാൻ മലയിലേക്ക് പോവുകയാണ്. 6 ദിവസത്തോളം മോശ കയറിപ്പോയ മല മേഘാവൃതമായി. 7ാം ദിവസം ദൈവമായ കർത്താവ് മോശയോട് സംസാരിച്ചു. അപ്പോൾ അവിടെ കണ്ട ഒരു പ്രകാശം മൂലം താഴെ നിൽക്കുന്ന ഇസ്രായേൽ ജനത്തിനത് മനസ്സിലാക്കി എന്നാണ് പറയുന്നത്. പിന്നീട് പറയുന്നത് 40 ദിവസം മലമുകളിൽ സീനായ് മലയിൽ മോശ ദൈവമായ കർത്താവുമായിട്ട് ചെലവഴിച്ചു. ഈ 40 എന്നുള്ളത് പിന്നീടുള്ള ഒരു പാരമ്പര്യത്തിനും കൂടി ഭാഗമാണ്. നമ്മൾ നാളെ തൊട്ട് നോമ്പ് ആരംഭിക്കുകയാണ്. ഈശോ മരുഭൂമിയിൽ 40 ദിവസം താമസിച്ചു എന്നൊക്കെ പറയുന്നു. ഇതിൻ്റെയൊക്കെ സുവിശേഷകന്മാർ കണക്ട് ചെയ്യുന്നത് ഈ മോശയുമായിട്ടുള്ള ബന്ധത്തിലാണ്. കാരണം 40 ദിവസം എന്ന് പറയുന്നത് മോശ ദൈവിക സാന്നിധ്യത്തിൽ പ്രാർത്ഥനയിൽ സീനായ് മലയിൽ ചെലവഴിച്ച ദിനങ്ങളാണ്. പിന്നീട് ഇസ്രായേലിൻ്റെ പാരമ്പര്യത്തിലും നമ്മുടെ സഭയിലായാൽ പോലും 40 ദിവസം എന്ന് പറയുന്നത് 40 നോമ്പ്, നമ്മൾ 50 നോമ്പ് എന്നൊക്കെ പറയുന്നത് പോലും അതിൻ്റെ പാരമ്പര്യത്തിൻ്റെ ആരംഭം 40 നോമ്പാണ്. അത് ദൈവത്തിന് സമീപത്ത് മോശ ചെലവഴിച്ച ആ ദിനങ്ങളെ ഓർത്തുകൊണ്ടാണ്. അപ്പോൾ അതാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ 24ാം അധ്യായത്തിൽ. 2ാമത്തെ വായന ലേവ്യരുടെ പുസ്തകം 17-18 അധ്യായമാണ്. ലേവ്യരുടെ പുസ്തകം ഞാൻ തുടക്കം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ നിയമങ്ങൾ അടങ്ങിയ പുസ്തകമാണ്, പ്രത്യേകിച്ച് പൗരോഹിത്യ നിയമങ്ങളുമായിട്ട് അടങ്ങിയ പുസ്തകമാണ്. അപ്പോൾ ഈ പുരോഹിതന്മാർ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ബേസിക് എന്ന് പറഞ്ഞാൽ, ഞാൻ പരിശുദ്ധനാണ് അതുകൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കണം എന്നുള്ള അതിൻ്റെ ബേസിക് ലോ. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ പരിശുദ്ധനാണ്, അതുകൊണ്ട് ഇസ്രായേൽ ജനവും പരിശുദ്ധമായിരിക്കണം. അപ്പോൾ അതിൽ 2 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ 17-18 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 17-ാം അധ്യായത്തിൽ ഈ രക്തത്തിൻ്റെ പവിത്രതയെക്കുറിച്ചാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തിന്, നേരത്തെ നമ്മൾ ആദ്യത്തെ വായനയിൽ കേട്ടു, ഇസ്രായേൽ ജനം സംബന്ധിച്ച് ഈ രക്തം ഒരു ഉടമ്പടിയുടെ പ്രതീകമാണ്. അത് മാത്രമല്ല, അവർ പരമ്പരാഗതമായിട്ട് വിശ്വസിക്കുന്നത് ജീവൻ അടങ്ങിയിരിക്കുന്നത് രക്തത്തിലാണ്. അതുകൊണ്ട് ഇസ്രായേൽക്കാർ ഒരിക്കൽ പോലും ഈ രക്തത്തോടു കൂടിയുള്ള മാംസം ഭക്ഷിച്ചിരുന്നില്ല. കാരണം അവരുടെ വിചാരം ഇതിൻ്റെ രക്തത്തിലാണ് ഒരു വ്യക്തിയുടെ, അത് വ്യക്തിയുടെ മാത്രമല്ല മൃഗത്തിൻ്റെ ആകട്ടെ പക്ഷിയുടെ ആകട്ടെ
ജീവൻ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ രക്തം ഭക്ഷിക്കുന്നവൻ ഇസ്രായേലിൻ്റെ ആ കൂട്ടായ്മയിൽ നിന്നും വിച്ഛേദിക്കപ്പെടണം എന്നുള്ളതാണ് ചിന്ത. അവൻ അശുദ്ധനാണ്. അപ്പം അങ്ങനെയുള്ള അശുദ്ധരെ ഇസ്രായേലിൻ്റെ ജനത്തിൻ്റെ രീതിയിലേക്ക് കൂട്ടാൻ പാടില്ല. കാരണം ദൈവമായ കർത്താവിന് അത് ഇഷ്ടമല്ല. ദൈവത്തിൻ്റെ ഒരു ഉടമ്പടി അല്ലെങ്കിൽ നിയമത്തിൻ്റെ ഭാഗമായിട്ട് ഈ രക്തത്തിൻ്റെ പവിത്രത ഇസ്രായേൽക്കാരെല്ലാവരും കാത്തു സൂക്ഷിക്കണം. അത് മോശ വഴിയായിട്ട് ഇസ്രായേൽക്കാരെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പക്ഷികളെ ഭക്ഷിക്കുമ്പോൾ, മൃഗങ്ങളെ ഭക്ഷിക്കുമ്പോൾ എങ്ങനെയാണ് ഈ രക്തം ഊറ്റിക്കളയേണ്ടത്, രക്തം മാറ്റി വെക്കേണ്ടത് എന്നുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ 17-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. 18-ാം അധ്യായത്തിലും അങ്ങനെ തന്നെയാണ് ഒരു ലൈംഗിക വിശുദ്ധി എന്നുള്ളൊരു കാര്യമാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ധാർമ്മിക നിയമങ്ങളോ രാഷ്ട്ര മത നിയമങ്ങളോ ഒന്നും രൂപപ്പെടുന്നതിനേക്കാൾ മുമ്പുള്ള ഒരു ഗോത്ര സംസ്കാരമാണ്. പക്ഷെ ആ സംസ്കാരത്തിൽ പോലും നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ധാർമ്മികത യഹോവയായ ദൈവം കൊടുത്ത നിയമങ്ങളിലൂടെ മോശ അനുവർത്തിച്ച് പോന്നിരുന്നു എന്നുള്ളതിന് നല്ല വ്യക്തമായ ഉദാഹരണമാണ് ഈ 18-ഉം 17-ഉം അധ്യായങ്ങൾ. കാരണം രക്തം ചിന്തരുത് എന്ന് വെച്ചാൽ ഒരാളെ കൊല്ലരുത്, രക്തത്തോടുകൂടി ഒന്നും ഭക്ഷിക്കരുത് എന്നുള്ള ആശയമാകട്ടെ, 18-ാം അധ്യായത്തിൽ കാണുന്ന ഈ ധാർമ്മിക ലൈംഗിക വിശുദ്ധിയെക്കുറിച്ചാകട്ടെ, അതിൽ പറയുന്ന കാര്യം ഇതാണ്: നീ നിൻ്റെ മാതാവിൻ്റെ നഗ്നത അനാവൃതമാക്കരുത്, പിതാവിൻ്റെ ആക്കരുത്, അതല്ലെങ്കിൽ സഹോദരിയുടെ ആക്കരുത് എന്ന് പറഞ്ഞ സ്ത്രീകളോട് കൊടുക്കേണ്ട ബഹുമാനത്തിൻ്റെ കാണിക്കേണ്ട ആ ഒരു സെക്ഷൽ മൊറാലിറ്റിയുടെ ഒരു കൃത്യമായ നിയമങ്ങൾ ആദ്യ നാളുകൾ മുതലേ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലുണ്ടായിരുന്നു. നമ്മളിപ്പോൾ മനസ്സിലാവും, നമ്മളിപ്പോൾ ഈ പറയുന്ന ഒരുമാതിരി മോഡേൺ രാജ്യങ്ങളിലൊക്കെ ധാർമ്മിക നിയമങ്ങളുടെ അടിസ്ഥാനം ഈ ഡെക്കലോഗ് അല്ലെങ്കിൽ 10 കൽപ്പനകൾ എന്ന് വിളിക്കുന്ന നിയമങ്ങളും അതിൻ്റെ വ്യാഖ്യാനങ്ങൾ എന്ന് പറയുന്ന മോശ വഴിയായിട്ടുള്ള ലേവ്യരുടെ പുസ്തകത്തിൽ കാണുന്ന നിയമങ്ങളൊക്കെ തന്നെയാണ്. ഈ 18-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നീ പുരുഷനോട് കൂടി ശയിക്കരുത്, അല്ലെങ്കിൽ സ്ത്രീയോട് കൂടി ശയിക്കരുത്, പുരുഷനോട് കൂടി ശയിക്കരുത്. കാരണം അത് മ്ലേച്ഛമാണ്, അത് ദൈവമായ കർത്താവിന് ഇഷ്ടമല്ല. അതോടുകൂടി നീ അശുദ്ധനാകും. പക്ഷെ ഞാൻ വിശുദ്ധനാണ്, ദൈവമായ കർത്താവ് വിശുദ്ധനാണ്. അപ്പം അതുകൊണ്ട് ഈ അശുദ്ധമായ കാര്യങ്ങൾ, മ്ലേച്ഛമായ കാര്യങ്ങൾ ഇസ്രായേലിൽ നിന്നും മാറ്റിക്കളയണം. എസ്പെഷ്യലി സെക്ഷൽ മൊറാലിറ്റി. അതാണ് ഈ 18-ാം അധ്യായത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത്. 3-ാമത്തെ സെഷനായിട്ട് നമ്മൾ വായിക്കാനായിട്ട് എടുക്കുന്നത് സങ്കീർത്തന പുസ്തകം 78-ാമത്തെ അധ്യായമാണ്. അത് ഇത്തിരി ലോങ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. പക്ഷെ അത് രസകരമായ കാര്യം, അതൊരു ചരിത്രമാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സങ്കീർത്തകൻ അത് എഴുതി വെക്കുന്നത്, നമുക്കറിയാം എല്ലാ സങ്കീർത്തനവും ദാവീദല്ല എഴുതിയത്. ദാവീദാണെന്ന് പറയെങ്കിൽ പോലും ദാവീദിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നതാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ ദ ഹോൾ ഹിസ്റ്ററി ഇതിലിങ്ങനെ 1 by 1 ആയിട്ട് പറയുകയാണ്. അതിങ്ങനെയാണ് പറയുന്നത്: അതായത് ദൈവമായ കർത്താവ് തങ്ങളെ പ്രിയപ്പെട്ട ജനമായിട്ട് തിരഞ്ഞെടുക്കുകയും തങ്ങളെ നിയമം കൊണ്ട് തങ്ങളെ കൂടെ നടക്കുകയും അവൻ മരുഭൂമിയിൽ ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരികയും മരുഭൂമിയിലൂടെ നയിക്കുകയും ദാഹജലം നൽകുകയും മന്നയും കാടപക്ഷിയും നൽകുകയും ഒപ്പം തന്നെ വെളിച്ചവും പ്രകാശവും ഒക്കെ നൽകുകയും ചെയ്തു. എന്നാൽ ഇസ്രായേൽ ജനങ്ങൾ പിന്നീട് അവൻ്റെ വാക്ക് ധിക്കരിക്കുകയാണ്, അവനെ മറക്കുകയാണ്. അപ്പോൾ അതോടുകൂടി ഇസ്രായേൽ ജനത്തിന് ദുരിതങ്ങൾ വരികയാണ്. അപ്പോൾ ആ ഇസ്രായേൽ എന്ന് പറയുന്ന ആ ജനതയ്ക്ക്, പ്രത്യേകിച്ച് ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട നാൾ മുതൽ യഹോവ കാത്തു പരിപാലിച്ച സംഭവങ്ങളെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്: നിങ്ങളിത് പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ സങ്കീർത്തനം ആരംഭിക്കുന്നത് തന്നെ. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക്, തലമുറകൾക്ക് ഈ പറയുന്ന ഹിസ്റ്ററി, ചരിത്രം നൽകുന്ന പാഠം പറഞ്ഞു കൊടുക്കണം. ഏത്? യഹോവയായ ദൈവം തങ്ങളൊരു പ്രത്യേക ജനമായിട്ട് തിരഞ്ഞെടുത്തതും ഈജിപ്തിൽ നിന്ന് രക്ഷിച്ചതും മരുഭൂമിയിലൂടെ നയിച്ചതും വീണ്ടും തങ്ങളാകട്ടെ ദൈവത്തിൻ്റെ വാക്ക് ധിക്കരിച്ച് അന്യദേവന്മാരുടെ പുറകെ പോയി. അങ്ങനെ പുറകെ പോയതോടെ എന്തായി? ദൈവമായ കർത്താവ് ഇസ്രായേലിനെ പരിത്യജിച്ചു. അവരവിടുന്ന് ശത്രുക്കളെ അയച്ചു, അവർക്ക് രോഗങ്ങൾ നൽകി, അവർക്ക് വെട്ടുകിളികളെ അയച്ച് അവരുടെ ധാന്യങ്ങൾ മുഴുവനും നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ആ സംഭവങ്ങളുടെ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ ഈ സങ്കീർത്തകൻ എഴുതി വെച്ചിരിക്കുകയാണ്. വീണ്ടും തങ്ങളുടെ പാപങ്ങൾ ഓർത്ത് ഇസ്രായേൽക്കാർ അനുദപിക്കാനായിട്ട് തുടങ്ങുന്നതോടുകൂടി അവരവനെ ഈ ഇസ്രായേലിനെ, ജെറുസലേമിനെ, സിയോനെ ഉയർത്തിക്കൊണ്ട് വന്നുവെന്നും ദാവീദിനെ അതിൻ്റെ രാജ്യത്വം തിരിച്ചു നൽകിയെന്നും മഹത്വം തിരിച്ചു നൽകി എന്നൊക്കെ പറയുന്ന ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങളെ ഒരു ഗാന ആലാപത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് 78-ാം അധ്യായത്തിൽ. ഇത് 3ഉം വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യാം. അധ്യായം 24. കർത്താവ് മോശയോട് അരുളി ചെയ്തു: നീയും അഹറോനും നാദാബും അബിഹൂവും ഇസ്രായേലിലെ 70 ശ്രേഷ്ഠന്മാരും കൂടി കർത്താവിന്റെ അടുക്കലേക്ക് കയറി വരുവിൻ. നിങ്ങൾ അകലെ നിന്ന് കുമ്പിട്ടാരാധിക്കുവിൻ. മോശ മാത്രം കർത്താവിനെ സമീപിക്കട്ടെ, മറ്റുള്ളവർ സമീപിക്കരുത്. ജനം അവനോടൊപ്പം കയറി വരികയുമരുത്. മോശ ചെന്ന് കർത്താവിൻ്റെ എല്ലാ വാക്കുകളും നിയമങ്ങളും ജനത്തെ അറിയിച്ചു. കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം തങ്ങൾ ചെയ്യുമെന്ന് അവർ ഏകസ്വരത്തിൽ മറുപടി പറഞ്ഞു. മോശ കർത്താവിൻ്റെ വാക്കുകളെല്ലാം എഴുതി വെച്ചു. അവൻ അതിരാവിലെ എഴുന്നേറ്റ്
മലയുടെ അടിവാരത്തിൽ ഒരു ബലിപീഠവും ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾക്കായി 12 സ്തംഭങ്ങളും നിർമ്മിച്ചു. അവൻ അയച്ച ഇസ്രായേൽ യുവാക്കന്മാർ കർത്താവിന് ദഹനബലികളും കാളകളെ കൊണ്ടുള്ള സമാധാന ബലികളും അർപ്പിച്ചു. മോശ ബലിയുടെ രക്തത്തിൽ പകുതി പാത്രങ്ങളിലാക്കുകയും പകുതി ബലിപീഠത്തിന്മേൽ തളിക്കുകയും ചെയ്തു. അനന്തരം ഉടമ്പടി ഗ്രന്ഥമെടുത്ത് ജനങ്ങൾ കേൾക്കെ വായിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ അനുസരണമുള്ളവരായിരിക്കും. അപ്പോൾ മോശ രക്തമെടുത്ത് ജനങ്ങളുടെ മേൽ തളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വചനങ്ങളെല്ലാം ആധാരമാക്കി കർത്താവ് നിങ്ങളോട് ചെയ്ത ഉടമ്പടിയുടെ രക്തമാകുന്നു ഇത്. അനന്തരം മോശയും അഹരോനും നാദാബും അബീഹൂവും ഇസ്രായേൽ ശ്രേഷ്ഠന്മാർ 70 പേരും മലമുകളിലേക്ക് കയറിപ്പോയി. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു. ആകാശതുല്യം പ്രകാശമാനമായ ഇന്ദ്രനീല കൽത്തളം പോലെ എന്തോ ഒന്ന് അവിടുത്തെ പാദങ്ങളുടെ താഴെ കാണപ്പെട്ടു. ഇസ്രായേൽ ശ്രേഷ്ഠന്മാരായ അവരുടെ മേൽ അവിടുന്ന് കൈവച്ചില്ല. അവർ ദൈവത്തെ കണ്ടു. അനന്തരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, മലമുകളിൽ എന്റെ സമീപത്തേക്ക് കയറി വന്ന് കാത്തു നിൽക്കുക. ഞാൻ നിയമങ്ങളും കൽപ്പനകളും എഴുതിയ കൽപ്പലകകൾ നിനക്ക് തരാം. നീ അവ ജനത്തെ പഠിപ്പിക്കണം. മോശ തന്റെ സേവകനായ ജോഷുവയോട് കൂടെ എഴുന്നേറ്റു. മോശ ദൈവത്തിന്റെ മലയിലേക്ക് കയറി. അവൻ ശ്രേഷ്ഠന്മാരോട് പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വരുന്നതുവരെ നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കുവിൻ. അഹ്റോനും ഹൂറും നിങ്ങളോട് കൂടെയുണ്ടല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവരെ സമീപിക്കുവിൻ. മോശ മലയിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഒരു മേഘം മലയെ ആവരണം ചെയ്തു. കർത്താവിന്റെ മഹത്വം സീനായി മലയിൽ ആവസിച്ചു. 6 ദിവസത്തേക്ക് ഒരു മേഘം മലയെ മൂടിയിരുന്നു. 7-ാം ദിവസം മേഘത്തിൽ നിന്ന് കർത്താവ് മോശയെ വിളിച്ചു. മലമുകളിൽ കർത്താവിന്റെ മഹത്വം ദഹിപ്പിക്കുന്ന അഗ്നിക്ക് തുല്യം ഇസ്രായേല്യർക്ക് കാണപ്പെട്ടു. മോശ മേഘത്തിന്റെ ഉള്ളിൽ കടന്ന് മലമുകളിലേക്ക് കയറി. 40 രാവും 40 പകലും അവൻ മലമുകളിലായിരുന്നു. അധ്യായം 17. കർത്താവ് മോശയോട് കൽപ്പിച്ചു, അഹരോനോടും പുത്രന്മാരോടും ഇസ്രായേൽ ജനത്തോടും പറയുക, കർത്താവ് കൽപ്പിക്കുന്നു, ഇസ്രായേൽ ഭവനത്തിന്റെ ആരെങ്കിലും കാളയെയോ ചെമ്മരിയാടിനെയോ കോലാടിനെയോ പാളയത്തിനകത്തോ പുറത്തോ വെച്ച് കൊല്ലുകയും ശ്രീകോവിലിന് മുൻപിൽ കർത്താവിന് കാഴ്ചയായി അർപ്പിക്കുന്നതിന് സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ അതിനെ കൊണ്ടുവരാതിരിക്കുകയും ചെയ്താൽ അതിന്റെ രക്തത്തിന് അവൻ ഉത്തരവാദിയായിരിക്കും. രക്തം ചൊരിഞ്ഞ അവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. ഇത് ഇസ്രായേൽ ജനം മൃഗങ്ങളെ തുറസായ സ്ഥലത്ത് വെച്ച് ബലിയർപ്പിക്കാതെ കർത്താവിന്റെ മുൻപിൽ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ പുരോഹിതന്റെ അടുക്ക് കൊണ്ടുവന്ന് സമാധാന ബലിയായി അവിടത്തേക്ക് അർപ്പിക്കുന്നതിനു വേണ്ടിയാണ്. പുരോഹിതൻ അവയുടെ രക്തം സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കർത്താവിന്റെ ബലിപീഠത്തിന്മേൽ തളിക്കുകയും മേധസ് കർത്താവിന് പ്രീതികരമായ സൗരഭ്യത്തിനായി ദഹിപ്പിക്കുകയും ചെയ്യണം. അവൻ ആരുടെ പിറകെ വേശ്യാവൃത്തിക്കായി നടന്നിരുന്നു, ആ പിശാചുക്കൾക്ക് ഇനി ബലിയർപ്പിക്കരുത്. ഇത് അവർക്ക് തലമുറ തോറും എന്നേക്കുമുള്ള നിയമമാണ്. നീ അവരോട് പറയുക, ഇസ്രായേൽ വംശത്തിൽ നിന്നോ അവരുടെ ഇടയിൽ വസിക്കുന്ന വിദേശികളിൽ നിന്നോ ആരെങ്കിലും ദഹനബലിയോ മറ്റു ബലികളോ അർപ്പിക്കുമ്പോൾ അത് കർത്താവിനർപ്പിക്കാൻ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവരാതിരുന്നാൽ അവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. ഇസ്രായേൽ വംശത്തിലോ അവരുടെ ഇടയിൽ വസിക്കുന്ന വിദേശീയരിലോ ഉള്ള ആരെങ്കിലും ഏതെങ്കിലും തരം രക്തം ഭക്ഷിച്ചാൽ അവനെതിരെ ഞാൻ മുഖം തിരിക്കും. അവനെ ഞാൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിച്ചു കളയും. എന്തെന്നാൽ ശരീരത്തിന്റെ ജീവൻ രക്തത്തിലാണിരിക്കുന്നത്. അത് ബലിപീഠത്തിന്മേൽ ജീവന് വേണ്ടി പാപപരിഹാരം ചെയ്യാൻ ഞാൻ നൽകിയിരിക്കുന്നു. അതിൽ ജീവനുള്ളതുകൊണ്ട് രക്തമാണ് പാപപരിഹാരം ചെയ്യുന്നത്. നിങ്ങളോ നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വിദേശീയരാരെങ്കിലുമോ രക്തം ഭക്ഷിക്കരുതെന്ന് ഞാൻ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇസ്രായേൽ ജനത്തിൽ നിന്നോ അവരുടെ ഇടയിൽ വസിക്കുന്ന വിദേശീയരിൽ നിന്നോ ആരെങ്കിലും ഭക്ഷിക്കാവുന്ന ഒരു മൃഗത്തെയോ പക്ഷിയെയോ വേട്ടയാടി പിടിച്ചാൽ അതിന്റെ രക്തം ഊറ്റിക്കളഞ്ഞ് മണ്ണിട്ട് മൂടണം. എന്തെന്നാൽ എല്ലാ ജീവികളുടെയും ജീവൻ അവയുടെ രക്തത്തിലാണ്. ഒരു ജീവിയുടെയും രക്തം ഭക്ഷിക്കരുതെന്ന്
ഞാൻ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിരിക്കുന്നതും അതുകൊണ്ട് തന്നെ. ആരെങ്കിലും അത് ഭക്ഷിച്ചാൽ അവൻ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. ചത്തതിനെയോ കാട്ടുമൃഗം കൊന്നതിനെയോ ഭക്ഷിക്കുന്നവൻ സ്വദേശിയോ വിദേശിയോ ആകട്ടെ തന്റെ വസ്ത്രം അലക്കി കുളിക്കണം. വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും. അതിനുശേഷം ശുദ്ധനാകും. എന്നാൽ തന്റെ വസ്ത്രം അലക്കാതെയും കുളിക്കാതെയും ഇരുന്നാൽ അവൻ കുറ്റക്കാരനായിരിക്കും. അധ്യായം 18. കർത്താവ് മോശയോട് അരുളി ചെയ്തു. ഇസ്രായേൽ ജനത്തോട് പറയുക, ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാണ്. നിങ്ങൾ വസിച്ചിരുന്ന ഈജിപ്തു ദേശത്തെ ജനങ്ങളെപ്പോലെ നിങ്ങൾ പ്രവർത്തിക്കരുത്. ഞാൻ നിങ്ങളെ പ്രവേശിപ്പിക്കാനിരിക്കുന്ന കാനാൻ ദേശത്തെ ആളുകളെപ്പോലെയും നിങ്ങൾ പ്രവർത്തിക്കരുത്. അവരുടെ ചട്ടങ്ങളനുസരിച്ച് നിങ്ങൾ വ്യാപരിക്കുകയുമരുത്. നിങ്ങൾ എൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും അനുസരിച്ച് വ്യാപരിക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ്. നിങ്ങൾ എൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുക. അവ അനുസരിക്കുന്നവൻ അതിനാൽ ജീവിക്കും. ഞാനാണ് കർത്താവ്. നിങ്ങളിലാരും തൻ്റെ ചാർച്ചക്കാരുടെ നഗ്നത അനാവൃതമാക്കാൻ അവരെ സമീപിക്കരുത്. ഞാനാണ് കർത്താവ്. നിന്റെ മാതാവിൻ്റെ നഗ്നത അനാവൃതമാക്കി നിന്റെ പിതാവിനെ അപമാനിക്കരുത്. അവൾ നിന്റെ അമ്മയായതുകൊണ്ടും അവളുടെ നഗ്നത അനാവൃതമാക്കരുത്. നിന്റെ പിതാവിൻ്റെ ഭാര്യയുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. അത് നിന്റെ പിതാവിൻ്റെ തന്നെ നഗ്നതയാണ്. നിന്റെ സഹോദരിയുടെ, നിന്റെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ പുത്രിയുടെ, അവൾ സ്വദേശത്തോ അന്യദേശത്തോ ജനിച്ചവളാകട്ടെ, നഗ്നത അനാവൃതമാക്കരുത്. നിന്റെ മകൻ്റെ മകളുടെയോ മകളുടെ മകളുടെയോ നഗ്നത നീ അനാവൃതമാക്കരുത്. കാരണം അവരുടെ നഗ്നത നിന്റെ തന്നെ നഗ്നതയാണ്. നിന്റെ പിതാവിൻ്റെ ഭാര്യയിൽ അവന് ജനിച്ച മകൾ നിന്റെ സഹോദരിയാണ്. നീ അവളുടെ നഗ്നത അനാവൃതമാക്കരുത്. നിന്റെ പിതാവിൻ്റെ സഹോദരിയുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. അവൾ നിന്റെ പിതാവിൻ്റെ അടുത്ത ചാർച്ചക്കാരിയാണ്. നിന്റെ മാതാവിൻ്റെ സഹോദരിയുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. അവൾ നിന്റെ മാതാവിൻ്റെ അടുത്ത ചാർച്ചക്കാരിയാണ്. നിന്റെ പിതൃ സഹോദരനെ അവൻ്റെ ഭാര്യയുടെ നഗ്നത അനാവൃതമാക്കി അപമാനിക്കരുത്. അവൾ നിന്റെ ചാർച്ചക്കാരിയാണ്. നിന്റെ മരുമകളുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. കാരണം അവൾ നിന്റെ പുത്രന്റെ ഭാര്യയാണ്. അവളുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. നിന്റെ സഹോദരന്റെ ഭാര്യയുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. അത് നിന്റെ സഹോദരന്റെ നഗ്നതയാണ്. ഒരു സ്ത്രീയുടെയും അവളുടെ തന്നെ മകളുടെയും നഗ്നത നീ അനാവൃതമാക്കരുത്. അവളുടെ പുത്രന്റെയോ പുത്രിയുടെയോ മകളുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. അവർ അവളുടെ അടുത്ത ചാർച്ചക്കാരികളാണ്. അത് അധർമ്മമാണ്. ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ അവളുടെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കി അവളെ നീ പരിഗ്രഹിക്കരുത്. ആർത്തവം നിമിത്തം അശുദ്ധയായിരിക്കുന്ന സ്ത്രീയുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. നിന്റെ അയൽക്കാരന്റെ ഭാര്യയോട് കൂടെ ശയിച്ച് അവൾ നിമിത്തം നീ അശുദ്ധനാകരുത്. നിന്റെ സന്തതികളിൽ ഒന്നിനെയും മോളേക്കിന് ബലിയർപ്പിച്ച് ദൈവനാമത്തെ അശുദ്ധമാക്കരുത്. ഞാനാണ് കർത്താവ്. സ്ത്രീയോടുകൂടെ എന്നതുപോലെ പുരുഷനോടുകൂടെ നീ ശയിക്കരുത്. അത് മ്ലേച്ഛതയാകുന്നു. സ്ത്രീയോ പുരുഷനോ മൃഗങ്ങളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട് തന്നെ തന്നെ അശുദ്ധമാക്കരുത്. അത് ലൈംഗിക വൈകൃതമാണ്. ഇവയിലൊന്നുകൊണ്ടും നിങ്ങൾ അശുദ്ധരാകരുത്. ഞാൻ നിങ്ങളുടെ മുൻപിൽ നിന്ന് അകറ്റിക്കളയുന്ന ജനതകൾ ഇവ മൂലം തങ്ങളെ തന്നെ അശുദ്ധരാക്കിയിരിക്കുന്നു. ആ ദേശവും അശുദ്ധമായിരിക്കുന്നു. അതിൻ്റെ അകൃത്യത്തിന് ഞാൻ അതിനെ ശിക്ഷിക്കും. അത് അതിലെ നിവാസികളെ പുറന്തള്ളുകയും ചെയ്യും. നിങ്ങളും നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വിദേശീയരും എൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും പാലിക്കുകയും ഇത്തരം മ്ലേച്ഛമായ പ്രവൃത്തികളിൽ ഏർപ്പെടാതിരിക്കുകയും വേണം. നിങ്ങൾക്ക് മുൻപ് ഈ നാട്ടിൽ വസിച്ചിരുന്നവർ ഈ വിധം മ്ലേച്ഛതകൾ കൊണ്ട് നാട് മലിനമാക്കി. ആകയാൽ ഈ ദേശം നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്നവരെ പുറം തള്ളിയതുപോലെ അതിനെ അശുദ്ധമാക്കുക വഴി നിങ്ങളെയും പുറം തള്ളാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇത്തരം മ്ലേച്ഛ പ്രവൃത്തികൾ ചെയ്യുന്നവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. നിങ്ങൾക്ക് മുൻപ് നടമാടിയിരുന്ന ഈ മ്ലേച്ഛതകളിൽ വ്യാപരിച്ച് നിങ്ങളെ തന്നെ അശുദ്ധരാക്കരുത് എന്ന എൻ്റെ കൽപ്പന അനുസരിക്കുവിൻ. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ഇസ്രായേലിന്റെ ചരിത്രം ദൈവപരിപാലനയുടെ ചരിത്രമാണ്. വിവിധ കാലസന്ധികളിലൂടെ തന്റെ ജനത്തെ നയിച്ച കർത്താവിനെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാനുള്ള ശ്രമത്തിലാണ് 78-ാം സങ്കീർത്തകൻ. ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളെ മറച്ചുവെക്കാതെ തലമുറകൾക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം.
എൻ്റെ ജനമേ, എൻ്റെ ഉപദേശം ശ്രവിക്കുക. എൻ്റെ വാക്കുകൾക്ക് ചെവി തരിക. ഞാൻ ഒരു ഉപമ പറയാം. പുരാതന ചരിത്രത്തിൻ്റെ പൊരുൾ ഞാൻ വ്യക്തമാക്കാം. നാം അത് കേൾക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ട്. പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിട്ടുമുണ്ട്. അവരുടെ മക്കളിൽ നിന്നു നാം അത് മറച്ചു വയ്ക്കരുത്. കർത്താവ് പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങളും അവിടുത്തെ ശക്തി പ്രഭാവവും അത്ഭുത കൃത്യങ്ങളും വരും തലമുറയ്ക്ക് വിവരിച്ചു കൊടുക്കണം. അവിടുന്നു യാക്കോബിന് പ്രമാണങ്ങൾ നൽകി, ഇസ്രായേലിനു നിയമവും അതു മക്കളെ പഠിപ്പിക്കാൻ നമ്മുടെ പിതാക്കന്മാരോട് അവിടുന്ന് ആജ്ഞാപിച്ചു. വരാനിരിക്കുന്ന തലമുറ, ഇനിയും ജനിച്ചിട്ടില്ലാത്ത മക്കൾ അവ അറിയുകയും തങ്ങളുടെ മക്കൾക്ക് അവ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അവർ ദൈവത്തിൽ ആശ്രയിക്കുകയും അവിടുത്തെ പ്രവൃത്തികളെ വിസ്മരിക്കാതെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ദുശാഠ്യക്കാരും മത്സരബുദ്ധികളും ചഞ്ചല ഹൃദയരും ദൈവത്തോട് അവിശ്വസ്തരും ആകരുത്. വില്ലാളികളായ എഫ്രായിംകാർ യുദ്ധദിവസം പിന്തിരിഞ്ഞോടി. അവർ ദൈവത്തിന്റെ ഉടമ്പടിയെ ആദരിച്ചില്ല. അവിടുത്തെ നിയമമനുസരിച്ച് നടക്കാൻ കൂട്ടാക്കിയുമില്ല. അവർ അവിടുത്തെ പ്രവൃത്തികളും അവർ കണ്ട അത്ഭുതങ്ങളും മറന്നുകളഞ്ഞു. അവിടുന്ന് ഈജിപ്തിൽ സോവാൻ വയലിൽ അവരുടെ പിതാക്കന്മാർ കാണെ അത്ഭുതം പ്രവർത്തിച്ചു. അവർക്ക് കടന്നു പോകാൻ കടലിനെ വിഭജിച്ചു. അവിടുന്ന് ജലത്തെ കുന്നുപോലെ നിർത്തി. പകൽ സമയം അവിടുന്ന് മേഘം കൊണ്ടും രാത്രിയിൽ അഗ്നിയുടെ പ്രകാശം കൊണ്ടും അവരെ നയിച്ചു. അവിടുന്ന് മരുഭൂമിയിൽ പാറ പിളർന്നു. അവർക്ക് കുടിക്കാൻ ആഴത്തിൽ നിന്ന് സമൃദ്ധമായി ജലം നൽകി. പാറയിൽ നിന്ന് അവിടുന്ന് നീർച്ചാലൊഴുക്കി. ജലം നദി പോലെ ഒഴുകി.
അവർ അവിടുത്തേക്ക് എതിരായി കൂടുതൽ പാപം ചെയ്തു. അത്യുന്നതനോട് അവർ മരുഭൂമിയിൽ വച്ച് മത്സരിച്ചു. ഇഷ്ടമുള്ള ഭക്ഷണം ചോദിച്ച് അവർ ദൈവത്തെ പരീക്ഷിച്ചു. അവർ ദൈവത്തിനെതിരായി സംസാരിച്ചു. മരുഭൂമിയിൽ മേശയൊരുക്കാൻ ദൈവത്തിനു കഴിയുമോ? അവിടുന്ന് പാറയിലടിച്ചു, ജലം പൊട്ടിയൊഴുകി, നീർച്ചാലുകൾ കവിഞ്ഞു. എന്നാൽ ജനത്തിന് അപ്പവും മാംസവും നൽകാൻ അവിടുത്തേക്ക് കഴിയുമോ? ഇതു കേട്ടു കർത്താവ് ക്രുദ്ധനായി യാക്കോബിന്റെ നേരെ അഗ്നി ജ്വലിച്ചു, ഇസ്രായേലിന്റെ നേരെ കോപമുയർന്നു. എന്തെന്നാൽ അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും അവിടുത്തെ രക്ഷാകര ശക്തിയിൽ ആശ്രയിക്കുകയും ചെയ്തില്ല. എങ്കിലും അവിടുന്ന് ആകാശത്തോട് ആജ്ഞാപിച്ചു, വാനിടത്തിന്റെ വാതിലുകൾ തുറന്നു. അവർക്കു ഭക്ഷിക്കാൻ അവിടുന്ന് മന്ന വർഷിച്ചു, സ്വർഗീയ ധാന്യം അവർക്കു നൽകി. മനുഷ്യൻ ദൈവദൂതന്മാരുടെ അപ്പം ഭക്ഷിച്ചു. അവിടുന്ന് ഭക്ഷണം സമൃദ്ധമായി അയച്ചു. അവിടുന്ന് ആകാശത്തിൽ കിഴക്കൻ കാറ്റടിപ്പിച്ചു. അവിടുത്തെ ശക്തിയാൽ അവിടുന്ന് തെക്കൻ കാറ്റിനെ തുറന്നുവിട്ടു. അവിടുന്ന് അവരുടെ മേൽ പൊടി പോലെ മാംസത്തെയും കടൽ തീരത്തെ മണൽത്തരി പോലെ പക്ഷികളെയും വർഷിച്ചു. അവിടുന്ന് അവരുടെ പാളയങ്ങളുടെ നടുവിലും പാർപ്പിടങ്ങൾക്ക് ചുറ്റും അവയെ പൊഴിച്ചു. അവർ ഭക്ഷിച്ചു സംതൃപ്തരായി. അവർ കൊതിച്ചത് അവിടുന്ന് അവർക്കു നൽകി. എന്നാൽ അവരുടെ കൊതിക്കു മതിവരും മുൻപു തന്നെ ഭക്ഷണം വായിലിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ കോപം അവർക്കെതിരെ ഉയർന്നു. അവിടുന്ന് അവരിൽ ഏറ്റവും ശക്തരായവരെ വധിച്ചു. ഇസ്രായേലിലെ യോദ്ധാക്കളെ സംഹരിച്ചു. എന്നിട്ടും അവർ വീണ്ടും പാപം ചെയ്തു. അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങൾ കണ്ടിട്ടും അവർ വിശ്വസിച്ചില്ല. അതിനാൽ അവിടുന്ന് അവരുടെ നാളുകളെ ഒരു നിശ്വാസം പോലെ
അവസാനിപ്പിച്ചു. അവരുടെ സംവത്സരങ്ങൾ ഭീതിയിൽ ആണ്ടുപോയി. അവിടുന്നവരെ വധിച്ചപ്പോൾ അവർ അവിടുത്തെ തേടി. അവരനുതപിച്ചു ദൈവത്തിങ്കലേക്കു തീവ്രതയോടെ തിരിഞ്ഞു. ദൈവമാണു തങ്ങളുടെ അത്ഭുതശിലയെന്നും അത്യുന്നതനായ ദൈവമാണു തങ്ങളെ വീണ്ടെടുക്കുന്നവനെന്നും അവർ അനുസ്മരിച്ചു. എങ്കിലും അവരുടെ സ്തുതി കപടമായിരുന്നു. അവരുടെ നാവിൽ നിന്നു വന്നത് നുണയായിരുന്നു. അവരുടെ ഹൃദയം അവിടുത്തോടു ചേർന്നു നിന്നില്ല. അവിടുത്തെ ഉടമ്പടിയോ വിശ്വസ്തത പുലർത്തിയില്ല. എങ്കിലും കാരുണ്യവാനായ അവിടുന്ന് അവരുടെ അകൃത്യങ്ങൾ ക്ഷമിച്ചു. അവരെ നശിപ്പിച്ചില്ല. പലപ്പോഴും അവിടുന്ന് കോപമടക്കി തന്റെ ക്രോധം ആളിക്കത്താൻ അനുവദിച്ചില്ല. അവർ ജഡം മാത്രമാണെന്നും മടങ്ങി വരാതെ കന്നുപോകുന്ന കാറ്റാണെന്നും അവിടുന്ന് അനുസ്മരിച്ചു. അവർ എത്രയോ പ്രാവശ്യം മരുഭൂമിയിൽ വച്ച് അവിടുത്തോടു മത്സരിച്ചു. എത്രയോ പ്രാവശ്യം വിജനപ്രദേശത്തു വച്ച് അവിടുത്തെ ദുഃഖിപ്പിച്ചു. അവർ വീണ്ടും വീണ്ടും ദൈവത്തെ പരീക്ഷിച്ചു. ഇസ്രായേലിന്റെ പരിശുദ്ധനെ പ്രകോപിപ്പിച്ചു. അവർ അവിടുത്തെ ശക്തിയെയോ ശത്രുവിൽ നിന്നു തങ്ങളെ രക്ഷിച്ച ദിവസത്തെയോ ഓർത്തില്ല. ഈജിപ്തിൽ വച്ച് അവിടുന്ന് പ്രവർത്തിച്ച അടയാളങ്ങളും സോവാൻ വയലുകളിൽ വച്ചു ചെയ്ത അത്ഭുതങ്ങളും ഓർത്തില്ല. അവരുടെ നദികളെ അവിടുന്ന് രക്തമാക്കി മാറ്റി. അരുവികളിൽ നിന്ന് അവർക്കു കുടിക്കാൻ കഴിഞ്ഞില്ല. അവിടുന്ന് അവരുടെ ഇടയിലേക്ക് ഈച്ചകളെ കൂട്ടം കൂട്ടമായി അയച്ചു. അവ അവരെ വിഴുങ്ങിക്കളഞ്ഞു.
അവിടുന്ന് തവളകളെ അയച്ചു. അവ അവർക്കു നാശം വരുത്തി. അവരുടെ വിളവുകൾ കമ്പിളിപ്പുഴുവിനും അവരുടെ അധ്വാനബലം വെട്ടുക്കിളികൾക്കും വിട്ടുകൊടുത്തു. അവിടുന്ന് അവരുടെ മുന്തിരിത്തോട്ടങ്ങളെ കന്മഴ കൊണ്ടും സിക്കമൂർ മരങ്ങളെ ഹിമവർഷം കൊണ്ടു നശിപ്പിച്ചു. അവിടുന്ന് അവരുടെ കന്നുകാലികളെ കന്മഴയ്ക്കും അവരുടെ ആട്ടിൻകൂട്ടങ്ങളെ ഇടിത്തീക്കും ഇരയാക്കി. അവിടുന്ന് അവരുടെ ഇടയിലേക്ക് തന്റെ ഉഗ്രകോപം, ക്രോധം, രോഷം, ദുരിതം എന്നിങ്ങനെ സംഹാരദൂതന്മാരുടെ ഒരു സംഘത്തെ അയച്ചു. അവിടുന്നു തന്റെ കോപത്തെ അഴിച്ചുവിട്ടു. അവിടുന്ന് അവരെ മരണത്തിൽ നിന്ന് ഒഴിവാക്കിയില്ല. അവരുടെ ജീവനെ മഹാമാരിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഈജിപ്തിലെ കടിഞ്ഞൂലുകളെ, ഹാമിന്റെ കൂടാരത്തിലെ പൗരുഷത്തിന്റെ പ്രഥമ ഫലങ്ങളെ അവിടുന്ന് സംഹരിച്ചു. എന്നാൽ തന്റെ ജനത്തെ ചെമ്മരിയാടുകളെ പോലെ അവിടുന്ന് പുറത്തു കൊണ്ടുവന്നു. ആട്ടിൻ പറ്റത്തെ എന്ന പോലെ മരുഭൂമിയിലൂടെ നയിച്ചു. അവിടുന്ന് അവരെ സുരക്ഷിതരായി നയിച്ചതിനാൽ അവർ നിർഭയരായിരുന്നു. എന്നാൽ അവരുടെ വൈരികളെ കടൽ മൂടിക്കളഞ്ഞു. അവിടുന്ന് അവരെ തന്റെ വിശുദ്ധ ദേശത്തേക്കും തന്റെ വലത്തുകൈ നേടിയെടുത്ത പർവ്വതത്തിലേക്കും കൊണ്ടുവന്നു. അവരുടെ മുൻപിൽ നിന്ന് അവിടുന്ന് ജനതകളെ തുരത്തി. അവർക്കവകാശം അളന്നു കൊടുത്തു. ഇസ്രായേൽ ഗോത്രങ്ങളെ പാളയങ്ങളിൽ പാർപ്പിച്ചു. എന്നിട്ടും അവർ അത്യുന്നതനായ ദൈവത്തെ പരീക്ഷിക്കുകയും അവിടുത്തോട് മത്സരിക്കുകയും ചെയ്തു. അവർ അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ചില്ല. തങ്ങളുടെ പിതാക്കന്മാരെ പോലെ അവർ ദൈവത്തിൽ നിന്ന് അകന്ന് അവിശ്വസ്തരായി പെരുമാറി. ഞാണയഞ്ഞ വില്ലുപോലെ വഴുതി മാറി. അവർ തങ്ങളുടെ പൂജാഗിരികളാൽ അവിടുത്തെ പ്രകോപിപ്പിച്ചു. തങ്ങളുടെ വിഗ്രഹങ്ങളാൽ അവിടുത്തെ അസൂയാലുവാക്കി. ദൈവം ഇതു കേട്ട് ക്രുദ്ധനായി. അവിടുന്ന് ഇസ്രായേലിനെ പരിപൂർണ
പൂർണ്ണമായി പരിത്യജിച്ചു. അവിടുന്ന് ഇസ്രായേലിനെ പരിപൂർണമായി പരിത്യജിച്ചു. അവിടുന്നു മനുഷ്യരുടെ ഇടയിലെ തന്റെ നിവാസമായ ശീലോയിലെ കൂടാരമുപേക്ഷിച്ചു. അവിടുന്നു തന്റെ ശക്തിയെ അടിമത്തത്തിൽ നിന്നും മഹത്വത്തെ ശത്രുവിന്റെ കരത്തിനും ഏൽപ്പിച്ചു കൊടുത്തു. അവിടുന്നു തന്റെ ജനത്തെ വാളിനു വിട്ടുകൊടുത്തു. തന്റെ അവകാശത്തിന്മേൽ ക്രോധം ചൊരിഞ്ഞു. അവരുടെ യുവാക്കളെ അഗ്നി വിഴുങ്ങി. അവരുടെ കന്യകമാർക്ക് വിവാഹഗീതം ഉണ്ടായിരുന്നില്ല. അവരുടെ പുരോഹിതന്മാർ വാളിനിരയായി. അവരുടെ വിധവകൾ വിലാപമാചരിച്ചില്ല. വീഞ്ഞു കുടിച്ചലറുന്ന മല്ലനെ പോലെ ഉറക്കത്തിൽ നിന്നെന്ന പോലെ കർത്താവെഴുന്നേറ്റു. അവിടുന്നു തന്റെ ശത്രുക്കളെ തുരത്തി. അവർക്കു ശാശ്വതമായ അവമതി വരുത്തി. അവിടുന്നു ജോസഫിന്റെ കൂടാരം ഉപേക്ഷിച്ചു. എഫ്രായിമിന്റെ ഗോത്രത്തെ തെരഞ്ഞെടുത്തില്ല. എന്നാൽ അവിടുന്നു യൂദാ ഗോത്രത്തെയും താൻ സ്നേഹിക്കുന്ന സിയോൻ മലയെയും തെരഞ്ഞെടുത്തു. ഉന്നതമായ ആകാശത്തെ പോലെയും എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയെപ്പോലെയും അവിടുന്നു തന്റെ ആലയം നിർമ്മിച്ചു. അവിടുന്നു തന്റെ ദാസനായ ദാവീദിനെ തിരഞ്ഞെടുത്തു. അവനെ ആടുകളുടെ ഇടയിൽ നിന്നു വിളിച്ചു. തന്റെ ജനമായ യാക്കോബിനെയും തന്റെ അവകാശമായ ഇസ്രായേലിനെയും മേയ്ക്കുവാൻ വേണ്ടി അവിടുന്ന് തള്ളയാടുകളെ മേച്ചിരുന്ന അവനെ വിളിച്ചു വരുത്തി. അവൻ പരമാ
കരവിരുതോടെ അവൻ അവരെ